അതങ്ങ് സംഭവിച്ചു. ആ തീരുമാനമെടുത്തു. Finally, he has given his consent, and that now I am very happy to inform you that Rahul Gandhi will contest from Wayanad parliamentary constituency from Kerala. പ്രഖ്യാപിച്ചതാരാ? എ കെ ആൻ്റണി. എ കെ ആൻ്റണിയുടെ ഭരണകാലഘട്ടത്തിലാണ് ജോഗിയെ വെടിവെച്ച് കൊന്ന ആയിരക്കണക്കിന് ആദിവാസികളെ ജയിലിലാക്കിയത്. അതിനുശേഷം അങ്ങോട്ട് പിന്നെ കടന്നിട്ടേ ഇല്ല എ കെ ആൻ്റണി, അങ്ങോട്ട് പോയിട്ടേ ഇല്ല. ആ ജോഗീൻ്റെ കുടുംബത്തെ രക്ഷിച്ചത് ഞങ്ങളാണ് ജോഗീൻ്റെ മകൾക്ക് ജോലി കൊടുത്തത്. ഇതിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയണം. ചെയ്തു പോയ തെറ്റാണെങ്കിൽ ആ തെറ്റ് വോട്ടർമാരോട് പറയണം, എന്നിട്ട് വോട്ട് പിടിക്കണം. അതിനൊക്കെ നിന്നാൽ ജലീലിനെ വെടിവെച്ച് വന്നത് എ കെ ബാലൻ മന്ത്രിയായിരിക്കുമ്പോഴാണ്, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് എന്നൊക്കെ ജനങ്ങളോട് പറയേണ്ടി വരും. അതിനാൽ അത് വേണ്ട, അതങ്ങ് വിട്ടേക്ക്. തൽക്കാലം ഇപ്പോൾ രാഹുലിൻ്റെ വരവ് മാത്രം പറഞ്ഞാൽ മതി. ഇതിൻ്റെ പശ്ചാത്തലമുണ്ട്. 1978 ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് പ്രിയങ്കരിയായ ഇന്ദിരാഗാന്ധി ചിക്കമാംഗ്ലൂരിൽ മത്സരിച്ച് വൻപിച്ച വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ അവർ ലോക്സഭയിലെത്തിയത്. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസിൻ്റെ ശക്തമായ തിരിച്ചുവരവിന് കളമൊരുക്കിയ ഒരു സംഭവമായിരുന്നു. അത് കഴിഞ്ഞ് 1980 ഇന്ദിരാജി തന്നെ റായ്ബറേലിയിലും ആന്ധ്രാപ്രദേശിലെ മേധക്കിലും മത്സരിക്കുകയുണ്ടായി. ആ മേധക് സീറ്റ് നിലനിർത്തുകയും റായ്ബറേലി സീറ്റ് അവർ കൈയൊഴിയുകയുമാണ് ഉണ്ടായത്. 1999 ശ്രീമതി സോണിയാഗാന്ധി അമേത്തിയിലും ബെല്ലാരിയിലും മത്സരിക്കുകയുണ്ടായി. ആ ബെല്ലാരി സീറ്റ് ഉപേക്ഷിച്ചുകൊണ്ട് അവർ അമേത്തി നിലനിർത്തുന്ന കാഴ്ചയാണ് ആ കാലത്ത് കാണാൻ സാധിച്ചത്. പറഞ്ഞു വരുന്നത് അമേത്തി ഉപേക്ഷിച്ച് വയനാട് നിലനിർത്തും എന്നല്ല, അങ്ങനെയും ചെയ്ത പാരമ്പര്യമുണ്ട് എന്ന് മാത്രമാണ്. ഈ മത്സരങ്ങളൊക്കെ തന്നെ ദക്ഷിണേന്ത്യ സംസ്ഥാനത്ത് അഭൂതപൂർവമായ ആവേശവും ചലനവുമാണ് കോൺഗ്രസിന് അനുകൂലമാക്കി ഉണ്ടായിട്ടുള്ളത്. സ്വന്തം നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാതെ മറ്റൊരു സംസ്ഥാനത്തെ മണ്ഡലത്തിലേക്ക് വരിക എന്നുള്ളത് കോൺഗ്രസിന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു സീറ്റ് പോലും അമേത്തി പോലും കിട്ടാൻ പോകുന്നില്ല എന്ന സന്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സ്വന്തം സീറ്റ് പോലും ആത്മവിശ്വാസമില്ലാത്ത രാഹുൽ ഗാന്ധിക്ക് എങ്ങനെയാണ് BJPക്കെതിരായിട്ട് ഒരു മുന്നണിക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കുക? ഈ ചോദ്യം ചോദിക്കാൻ എന്തുകൊണ്ടും യോഗ്യനാണ് ഈ സഖാവ്. എന്തെന്ന് വെച്ചാൽ ആൾക്ക് ആവശ്യത്തിലധികം ആത്മവിശ്വാസമുണ്ട്. വയനാട്ടിൽ ഇടതുപക്ഷ മുന്നണി ഇത്തവണ ജയിക്കും. കഴിഞ്ഞ തവണ ഞങ്ങളവിടെ തോറ്റത് 21,000 വോട്ടിനാണ്. അസംബ്ലി ഇലക്ഷനിൽ ഞങ്ങൾ UDF ജയിച്ചത് 19,000-നാണ്.
അതുകൊണ്ട് ആ വോട്ട് മാറും. വയനാട്ടിൽ കഴിഞ്ഞ തവണ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി ഞങ്ങൾക്കെതിരായിരുന്നു. അവരിപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. ഈ ഘടകങ്ങളെല്ലാം ഞങ്ങൾക്ക് അനുകൂലമാണ്. CK ജാനു വയനാട്ടിലാണ്, അവർ കഴിഞ്ഞതിന് ഞങ്ങൾ എതിരായിരുന്നു. ഇപ്പോൾ ആ വിഭാഗമൊക്കെ ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. ഈ അനുകൂലമായ ഘടകങ്ങളൊക്കെ ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ തോൽപ്പിക്കുക തന്നെ ചെയ്യും. ശരിയായിരിക്കും. MP വീരേന്ദ്രകുമാറും CK ജാനുവും ചേർന്നാൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ കഴിയുമായിരിക്കും. ഈ തവണ സുനീറിൻ്റെ കൈക്ക് തീരാനാണ് അദ്ദേഹത്തിന് യോഗമുള്ളതെങ്കിൽ അങ്ങനെ നടക്കട്ടെ. സുനീർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സഖാവ് കാനത്തിൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി. എന്തൊക്കെ പറഞ്ഞാലും സഖാക്കൾ കാനം രാജേന്ദ്രനും കോടിയേരി ബാലകൃഷ്ണനും ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടിയിലാണ്. അവർ രണ്ടുപേർക്കും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർ പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് പിച്ചും പേയും പറഞ്ഞ അവസ്ഥാവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. അവർക്കത് പറയാണ്ട് ധാർമ്മികമായ ഒരു അവകാശമില്ല. കഴിഞ്ഞ 5 വർഷക്കാലമായി CPMൻ്റെ MP എടുത്ത നിലപാടെന്താണ്? വിശദീകരിക്കണം. ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തെ അധികാരത്തെ പുറത്താക്കാൻ വേണ്ടി രാജ്യം ആഗ്രഹിക്കുമ്പോൾ എന്താണ് കഴിഞ്ഞ 5 വർഷമായി CPM എടുത്ത നിലപാട്? CPMനോടല്ലേ ചോദിക്കാൻ പറ്റൂ. CPIക്ക് ഷോക്കേസിൽ വെക്കാൻ ഒരു ഒറ്റ MP അല്ലേ ഉണ്ടായിരുന്നുള്ളൂ.